ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു ഹൗസിംഗ് ക്രാഫ്റ്റ്. ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മെഷർമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ 2 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഫ്രോക്ക് തയ്ക്കുന്ന മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് പാർട്ടല്ല, കട്ടിങ് പാർട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കട്ടിങ് പാർട്ട് മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പാർട്ടും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ നമ്മൾ ക്ലോത്ത് വെച്ചതിനൊപ്പം തന്നെ കാണുന്ന രീതിയിൽ വെക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ 4 ഫോൾഡ് ആക്കിയിട്ട് നമ്മുടെ ക്ലോത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തന്നെയാണ് ബോട്ടം പാർട്ടിന് ഉള്ളത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ലെങ്ത് കുറേ നിങ്ങൾക്ക് ക്ലോത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ യോക്കിനുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ യോക്കിന് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ അത്. ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയിൽ നിന്നും വീതിക്ക് ഇങ്ങനെ 4 രീതിയാക്കി മടക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ക്ലോത്ത് നിവർത്തി കാണിക്കുമ്പോൾ ചിലപ്പോൾ ക്യാമറയിൽ കാണാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പേജിൽ എങ്ങനെയാണ് മടക്കുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത്. ഇതൊരു ക്ലോത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്ലോത്ത് ഇതിപ്പോൾ നീളത്തിലാണ്, ക്ലോത്ത് നീളത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി എടുക്കേണ്ടതില്ല. നമുക്ക് എന്തുള്ളൂ, കുറച്ച് ഭാഗമേ ആവശ്യമുള്ളൂ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ബോട്ടം പാർട്ടിനും നമുക്ക് വേണം. ഓക്കെ, ഇത് നമുക്ക് ബോട്ടം പാർട്ടിനും വേണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ, നമുക്ക് വേണ്ട ഒരു പാർട്ട് മാത്രമേ നമുക്ക് ഇതിൽ നിന്നും മടക്കിയെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതാ വീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കുക, ഇതുപോലെ വീതിക്കൊന്ന് മടക്കുക. പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക. ഇപ്പോൾ നമുക്ക് 4 ഫോൾഡായിട്ട് കിട്ടിയിട്ടുണ്ടാവും, കണ്ടില്ലേ? 1 2 3 4. ഓക്കെ, ഇതേപോലെയാണ് ഇപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ യോക്കിന് ഉള്ളത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ യോക്കിനുള്ളത് അടയാളപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത്, ഇവിടെ ചെസ്റ്റ് വിടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 12 ഇഞ്ചാണ് അല്ലേ, 12 ഇഞ്ച്. അപ്പോൾ 12 ഞാൻ പറഞ്ഞു, നമുക്ക് ഹാഫാണ് കേട്ടോ ഇത്. ഓൾ റൗണ്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ ഹാഫാണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തുണി 2ആയിട്ടല്ല മടക്കിയിട്ടുള്ളത്, 4ആയിട്ടാണ്. അപ്പോൾ ഈ 12ൻ്റെ ഹാഫാണ് നമ്മൾ എടുക്കുന്നത്. 12ൻ്റെ ഹാഫ് പറയുമ്പോൾ നമ്മൾ ഏകദേശം 6 ഇഞ്ച് മാത്രമേ നമുക്കിവിടെ എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, 6ഓ 7ഓ നിങ്ങൾക്ക് എടുക്കാം. കാരണം ഒരുപാട് തടിയുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അളക്കുമ്പോൾ ഏകദേശം 9 ഇഞ്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് അത്രയും ക്ലോത്തിൻ്റെ ആവശ്യമില്ല, കാരണം 6 ഇഞ്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നും കൂടി ഈ പിന്നെ മടക്ക് നമുക്കൊന്ന് വീതി കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനെ നമുക്ക് 7 ഇഞ്ച് വരെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ 7 ഇഞ്ച് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഞാൻ ഇത്രയും പിശുക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ക്ലോത്ത് നമുക്ക് വെറുതെ വേസ്റ്റായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിന്നെ 4 മടക്കിയതിന് ശേഷം 7 ഇഞ്ചിലാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 7.5 ഇഞ്ചാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു
അങ്ങനെ ഒരു ഇത് വരണ്ട, നമുക്കൊരു കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ നമ്മൾക്ക് ഇതിന് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒരു തുനുമ്പുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു എൻഡി ഭാഗത്ത് ഇങ്ങനെ നൂലൊക്കെ പൊന്തിയിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു താഴത്തേക്ക് ഒരു ഇഞ്ച് അടയാളത്തിൽ ജസ്റ്റ് ഒന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ ഇതും കൂടി നമ്മൾക്ക് കട്ട് ചെയ്യുന്നതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മെഷർമെൻറ്റ്സ് ഞാൻ ഇവിടെ തന്നെ വെക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുൾ ലെങ്ത്ത് അല്ല എടുക്കുന്നത്, യോക്കിൻ്റെ ലെങ്ത്താണ്. യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 9.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചാണ് അതിലേക്ക് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് നമുക്ക് 9.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 9.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം. 9.5 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 9.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 9.5 ഇഞ്ച് രണ്ട് ഭാഗത്തും 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബേൾ പിന്ന് എടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ കുത്തി കൊടുക്കണം. കാരണം നമ്മൾ ഇത് ചിലപ്പം മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത് ഒന്ന് ഇങ്ങനെ സ്ലിപ്പറി ആണ് ക്ലോത്ത്, ക്രേപ്പും അതേപോലെ നമ്മളെ സാറ്റിനൊക്കെ. അപ്പോൾ ചിലപ്പോൾ മെഷർമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 9.5 ഇഞ്ചിൽ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് മുകളിൽ വെച്ചിട്ട് ഈ ഭാഗത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെക്ക് എത്ര എടുത്ത് 2 എടുത്തത്. അപ്പോൾ 2 ഇവിടെ 2 കൊടുക്കുക. കൺഫ്യൂഷൻ വേണ്ട. നെക്ക് വിഡ്ത്ത് 2. ഓക്കെ. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 2.5, ബാക്ക് നെക്ക് ലെങ്ത്ത് 2. ഫ്രണ്ട് നെക്ക് 2.5, ബാക്ക് 2. ബാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, ഫ്രണ്ട് വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. അതൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ ഏത് മോഡൽ നമുക്ക് നെക്ക് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ബാക്ക് ഞാനിപ്പോൾ കർവായിട്ട് തന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് വി ഷേപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇവിടെ വരയ്ക്കേണ്ട. കാരണം നമ്മൾ ഇനി ഇതിപ്പോൾ ബാക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വരുന്നുള്ളൂ. അത് ജസ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കിയെടുത്താൽ മതി. ഓക്കെ. ഇങ്ങനെ ഒരു വി ഷേപ്പിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇതേപോലെ ഒന്ന് വരച്ച് എടുത്താൽ മതി. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ വി ഷേപ്പിൽ, ഇങ്ങനെ വേവ് ഷേപ്പിലാണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് എടുത്തത് എത്രയായിരുന്നു, 2 ആയിരുന്നു നമ്മൾ ഷോൾഡർ വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോൾഡർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഇതിലേക്ക് പഫ് കൈ അറ്റാച്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സീം അലൗൺസും പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2.5 എടുക്കാം കേട്ടോ. 2.5 എടുക്കാം. ഒരുപാട് കൂടി കഴിഞ്ഞാലും നമുക്കതൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെയൊക്കെ പോകുമ്പോൾ ഒരു 1.5 ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ 2.5 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് നമ്മൾ ആം ഹോളാണ്
അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആം ഹോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 5 ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. 5 കൂടെ നമ്മൾ ഒന്നും കൂടി കൂട്ടി 6 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തടി അധികമുള്ള കുട്ടികൾക്കാണ് അത്രയും വേണ്ടത്. നമ്മൾ ഇവിടെ ഏകദേശം ഒരു 5.5 എടുക്കുന്നുള്ളൂ കേട്ടോ. 5.5 കുഴപ്പമില്ല. 5.5-ന് അത്യാവശ്യം കൈയിൻ്റെ ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, 6 എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ 6 കുഴപ്പമില്ല. പക്ഷെ 5.5 ഇപ്പോൾ 5.5 മതി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പിന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ പറഞ്ഞു 6 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. 10 മൊത്തം എടുത്തപ്പോൾ നമുക്ക് 10 കിട്ടിയത്. മൊത്തമല്ല, സോറി, ഒരു ഫ്രണ്ട് ഉടുപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തപ്പോൾ 10 കിട്ടിയത്. അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, 2 ഇഞ്ചും കൂടി കൂട്ടിക്കൊടുത്ത് 12 കിട്ടി. ഒരു സൈഡിലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പാർട്ടിലെ അളവ് എടുത്തത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടുന്ന് ഇതുവരെ എടുത്തപ്പോഴാണ് നമുക്ക് 10 കിട്ടിയിട്ടുള്ളത്. അതിൽ കൂടെ നമുക്ക് സീം അലൗൺസും കൂടി കൂട്ടി 12 എടുത്തു. അപ്പോൾ 12ൻ്റെ പകുതി 6 നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പം ഒരു 6.5-യോ 7-ഓ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഒരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. 7ൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് തടിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 7 എടുക്കാം. പിന്നെ 7 എടുത്തിട്ട് താഴെ നമുക്കൊരു 6 കൊടുക്കാം കേട്ടോ. ഹിപ്പിൻ്റെ അവിടെ നമുക്കൊരു 6 കൊടുക്കാം. മനസ്സിലായോ? 6, സോറി, ഇവിടെ ഇല്ല, നമുക്ക് ഇവിടെ ഈ സെൻറ്ററിൽ ഒരു 6.5 കൊടുക്കാം. 6.5 കൊടുക്കാം. ഇവിടെ നമുക്ക് 7 കൊടുക്കാം. എന്നിട്ട് അവിടേക്ക് നമുക്കിതുപോലെ വരച്ച് എടുക്കാം. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്നിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോക്ക് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊരു തൂങ്ങൽ വരും. ചില ഫ്രോക്ക് കുറച്ച് ഹെവി ഫ്രോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിവിടെ 1 ഇഞ്ചൊക്കെ നമുക്ക് കയറ്റി കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഇവിടെ ഈ ഭാഗത്ത് തൂങ്ങൽ വരാതിരിക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നോ നല്ല ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും എടുക്കാം കേട്ടോ, തൂങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതാ ഇതെടുത്തു. നമുക്ക് ഹാം ഹോളിൻ്റെ ഇവിടെ കൂടി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. വരച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? ഏകദേശം 1 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് നമുക്ക് ഇതിലൂടെ വരച്ച് അങ്ങ് ആ ചെസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി അതുവരെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഒരു 1/2 ഇഞ്ച്. എനിക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരു ശീലമല്ല. ഞാൻ ഏത് ഡ്രസ്സ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും കൊടുക്കാറില്ല. അപ്പം 1/2 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. നമുക്കിപ്പോൾ ഷോൾഡർ ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം ഇത് ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ചിലപ്പോൾ ചില ആളുകൾ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല. ഞാനിങ്ങനെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ.
നമ്മൾ യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കറക്റ്റ് അളവിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യാതെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കറക്റ്റ് ഒരു ഇത് വരില്ല ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. നെക്ക് ഒന്ന് അധികവും ഒന്ന് താഴ്ന്നും ഒന്ന് കയറിയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരും. അപ്പോൾ അതൊന്നുമില്ലാതെ എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തു. അതായത് നെക്ക് പെർഫെക്ഷനായിട്ട് വരാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ 2 ഇഞ്ച് ഇവിടെ കൊടുക്കുക. കറക്റ്റ് 2 ഇഞ്ച് കൊടുത്തു. താഴോട്ടേക്കും 2 ഇഞ്ച് കൊടുത്തു, വരച്ചു. ഇങ്ങോട്ടേക്ക് വരച്ച് ഇതൊന്ന് കർവ് ചെയ്ത് എടുക്കാം. ഇത് ബാക്കാണ് കേട്ടോ. ബാക്ക് കറക്റ്റ് ഇതുപോലെ കർവ് ചെയ്തു. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല കേട്ടോ. സൂക്ഷിച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം കുറച്ച് നമ്മളവിടെ വെക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യൽ. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്പിലാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുക. ഇനി ഞാനത് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം ഇത് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് കേട്ടോ. തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മൾ ആദ്യം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് നെക്ക് കറക്റ്റ് ആം ഹോളും കറക്റ്റ് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോഴും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴത്തേട്ട് മുകളിൽ വരച്ച് ആ ഭാഗം വിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇതേപോലെ 1/2 ഇഞ്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ വിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വി ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക. ഇപ്പോൾ രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി സാറ്റിനിലും കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ക്രേപ്പിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിനി സാറ്റിനിലും കട്ട് ചെയ്ത് എടുക്കണം. ബോൾ പെന്നൊക്കെ കുത്തി വെച്ച് നല്ല നീറ്റായിട്ട് ഒരേ ലെവലിക്ക് തന്നെ ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സാറ്റിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഞാൻ ആദ്യം 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ മടക്കം കേട്ടോ. ഇതേപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ടിലേക്ക് മുന്നിൽ കുറച്ച് താഴ്ഭാഗത്തുനിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 ഫോൾഡാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലോത്ത് ഒരുപാട് നമുക്ക് വേസ്റ്റ് ആവാതെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം വെച്ചു. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് അളവിൽ 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാതെ നമുക്ക് കറക്റ്റിൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബൾബിന് കുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കുത്തി കൊടുത്തിട്ടൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാതെ മാറ്റി വെച്ചു. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് ഇതേപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതിനും നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്ക് നമ്മൾ
സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗമൊക്കെ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കും ചെയ്തല്ലോ, അപ്പോൾ നിങ്ങൾക്കിത് കുഴപ്പമില്ലാതെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ യോക്ക് ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ബോട്ടം ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലെങ്ത്ത് നമ്മൾ എടുത്തത് 12 ഇഞ്ചായിരുന്നു. ആ 12 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 6 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് ബാക്കിലേക്ക് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. അതായത് 18 ഇഞ്ച്. ഒരു മിനിമം 2 വയസ്സായ കുട്ടിക്ക് 18 ഇഞ്ചായിരിക്കും ഫുൾ ലെങ്ത്ത് യോക്കിന്ന് താഴേക്ക്. അപ്പോൾ ആ ഒരു 18 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടീൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് നീളം അളന്നെടുക്കുക, യോക്കിൻ്റെ അവിടുന്ന് താഴേക്ക് അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ ഈ 18 ഇഞ്ചാണ് നമ്മൾ ബാക്ക് ലെങ്ത്ത് എടുക്കുന്നത്. ഫ്രണ്ട് ലെങ്ത്ത് നമ്മൾ 12 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്രേപ്പാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ ക്രേപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്കുള്ള ലൈനിങ് ഒരേ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. 11 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. മൊത്തം 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ ലൈനിങ് ആയതുകൊണ്ട് 1 ഇഞ്ച് കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 മീറ്റർ ക്ലോത്ത് മടക്കി വെച്ച് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 11 ഇഞ്ചിൽ 2 പീസായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള സാറ്റിനും നമ്മൾ 12 ഇഞ്ചിൽ 2 മീറ്റർ തുണി മടക്കി വെച്ച് ഒരേ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ബാക്കിലേക്കുള്ള സാറ്റിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ളത് കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ മടക്കി വെച്ചിട്ട് ഒരൊറ്റ പീസായിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. മടക്കി വെക്കുമ്പോൾ ഈ ഭാഗത്ത് രണ്ടായിട്ട് വരും, ആ ഭാഗത്ത് ഒറ്റ ഫോൾഡായിട്ട് വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് എന്ത് ചെയ്തു, നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഒരു ഭാഗത്ത് ഫോൾഡിങ് ഭാഗത്ത് നമ്മൾ ബാക്കിലേക്കുള്ള 18 ഇഞ്ചും മാർക്ക് ചെയ്തു. എന്നിട്ട് അങ്ങ് ചെരിച്ച് വരച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിലേക്ക് നമ്മൾ കുറച്ച് 12 ഇഞ്ച് എടുത്തു, ഫ്രണ്ടിൽ 12 ഇഞ്ച് എടുത്തു, ബാക്കിലേക്ക് 18 ഇഞ്ച് എടുത്തു. ഫ്രണ്ടും ബാക്കും വെക്കുമ്പോൾ ഇത്രയും ഡിഫറൻറ്റ് വരും. ഈ ഭാഗം കറക്റ്റായിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്കിനുള്ള കട്ടിങ്. ഇനി സ്ലീവ് കട്ട് ചെയ്യുന്നത് അടുത്തൊരു പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.